ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പാർട്ടായിട്ട് ഞാൻ വ്ലോഗ് നൈറ്റിയുടെ ആദ്യത്തെ പാർട്ട് കട്ടിങ് പാർട്ടായിട്ടും സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നെക്ക് പോർഷൻ എങ്ങനെയാണ് അതിൻ്റെ പ്രില്ലൊക്കെ വെക്കുന്നതെന്നാണ് കാണിച്ചത്. ഇനി നമുക്കിനി തേർഡ് പാർട്ട് ഭാഗം, അത് ബോഡി ടൈ അറ്റാച്ച് ചെയ്യുന്നതും ടൈ പിടിപ്പിക്കുന്നതും പിന്നെ അടിയിൽ പ്രില്ല് പിടിപ്പിക്കുന്നു, ബാക്ക് നെക്ക് അടിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ബാക്ക് നെക്ക് നമ്മൾ ഒരു 4 ഇഞ്ച് ഇറക്കത്തിലും 3 ഇഞ്ച് 2.25 ഇഞ്ചോളം ഇതിനുമാണ് കട്ട് ചെയ്ത്, എന്നിട്ട് അത് ക്രോസ് പീസ് വെച്ച് അതൊക്കെ തയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ക്രോസ് പീസ് വെച്ച് അറ്റാച്ച് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ആ തയ്യൽത്തുമ്പിലൂടെ കട്ട് ചെയ്ത് എന്നാലും ശരിക്കും അത് മടങ്ങി വരുള്ളൂ. അതിനുശേഷം നമ്മളതിൻ്റെ മുകളിൽ കൂടെ ആ ജോയിനോട് ചേർന്ന് ചെറിയ സ്റ്റിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അതിന് ശേഷം വേണം നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ട്. ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫ്രണ്ട് ഭാഗം എടുത്ത് വെക്കുക. അപ്പം നമ്മൾ ബാക്ക് സൈഡിലെ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത് മടക്കി തയ്ച്ചിട്ടില്ല, അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഷോൾഡർ ആ ഈ ഫ്രണ്ട് ജോയിൻറ്റും ബാക്കിൻ്റെ അവിടുത്തെ നെക്കുകൾ തമ്മിലുള്ള ജോയിൻറ്റ് ഒരേപോലെ അടുത്തടുത്ത് നിൽക്കത്തക്ക രീതിയിൽ തയ്ച്ചു കൊടുക്കുക. തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ മടക്കി അതിൻ്റെ പുറത്തൂടെ ബാക്ക് നെക്ക് അങ്ങ് തയ്ക്കുക. അകത്തേക്ക് മടക്കി ഒരു പ്രഷർ പൊട്ടിൻ്റെ അകലത്തിൽ. അപ്പോൾ തയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കെട്ടിയിട്ട് വേണം തയ്ക്കാനേ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ അതിൻ്റെ പ്ലീറ്റുകൾക്ക് വേണ്ടിയിട്ട് 7 ഇഞ്ച് വീതിയിലുള്ള തുണി 3 പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് നമ്മൾ 3 കൂടെ ഒന്നിച്ച് ജോയിൻ ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ 1/2 ഇഞ്ച് കൂടുതൽ വലിപ്പം വേണ്ട പ്ലീറ്റുകൾക്ക്. അപ്പോൾ ഒരു ഇഞ്ച് അകലത്തിൽ ഓരോ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കണം. വളരെ ഡിമാൻഡുള്ളൊരു നൈറ്റിയാണിത്. കുട്ടികൾക്കും യൗവനക്കാർക്കും പ്രായമുള്ളവർക്കും ആർക്കും വേണമെങ്കിലും ഇത് ഇടാം. കാരണം ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ പുറകിൽ ടൈ വെച്ചിരിക്കുന്നുണ്ട്, 2 സൈഡിലും ഓരോ ടൈ വെച്ചിരിക്കുന്നുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എൻ്റെ വണ്ണമൊക്കെ. അതിപ്പം വൃത്തികേടായിട്ട് തോന്നത്തേയില്ല. ഇതിനോടൊപ്പം തന്നെ എൻ്റെ ചാനലിൽ ഞാൻ നൈറ്റി മെറ്റീരിയൽസുകൾ സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ വീഡിയോ ഇടുന്ന ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ വേണ്ടയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതലും വീട്ടമ്മമാരായിരിക്കുമല്ലോ ഇത് കാണുന്നത്. കാരണം നൈറ്റികൾ അങ്ങനെയുള്ള സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ വീട്ടിലിരിക്കുന്ന ലേഡീസാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യണേ. നമ്മളിങ്ങനെ ഒരു ചെറിയ സൂചിയോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ, അപ്പോൾ ആ കറക്റ്റായിട്ട് വലിപ്പത്തിന് കിട്ടും. നമ്മൾ കൂടുതലും വരികയില്ല, കുറവും വരികയില്ല. പ്ലീറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരുപാട് പ്ലീറ്റിന് വീതി എടുക്കുന്നവരുണ്ട്. ഞാനിത് ഒരുപാട് എടുത്തില്ല, 7 ഇഞ്ച് മാത്രമേ ഉള്ളൂ. 7 ഇഞ്ച് മടക്കി മേളിലെ സ്റ്റിച്ചിങ് അലവൻസ് പോയി കഴിഞ്ഞ് താഴ്വശം മടക്കി അടിച്ചു കഴിഞ്ഞാൽ ഒരു 6.25 ഇഞ്ച്, 6.25 വരത്തില്ല, 6 ഇഞ്ചോളമേ വരുള്ളൂ. ഇനി നമുക്ക് അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം കൈയുടെ
പോർഷൻ എടുക്കാം. കൈക്ക് എലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ കൈവണ്ണം നമ്മൾ എത്ര 5 ആണെങ്കിൽ ഒരു 4 ഇഞ്ചോളം നമ്മൾ എടുത്താൽ മതി. ഒത്തിരി ടൈറ്റ് ആകാനും പാടില്ല, ഒത്തിരി ലൂസ് ആകാനും പാടില്ല. അപ്പം ഞാനിതിനകത്ത് 6-4 ഇഞ്ചോളം വേണം എൻ്റെ കൈവണ്ണം. ഞാനിതിന് 5-5.25 ഇഞ്ചോളം എടുത്താൽ മതി. ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചാണ്. ഇച്ചിരി കൂടി ഇറുക്കി കൈ എടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ ആ കൈയുടെ പോർഷൻ വെട്ടി വെച്ചിരിക്കുന്ന എടുത്ത് അതിൻ്റെ അരികുവശം എന്ന് പറഞ്ഞാൽ തേരുവശമാണ്. ആ തേരുവശം ഞാൻ സാധാരണ അങ്ങനെ വെറുതെ വിടാതെ അത് ഒന്ന് മടക്കിയടിക്കും. പിന്നെ നമ്മളിതിന് എലാസ്റ്റിക് വെക്കാനായിട്ട് 4 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ്, നല്ല ക്വാളിറ്റിയുള്ള എലാസ്റ്റിക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് ഒരു ഇഞ്ചോളം വിട്ടിട്ട് വേണം തയ്ച്ച് തുടങ്ങാനായിട്ട്. എന്നിട്ട് 1 ഇഞ്ച് അകലത്തിലുവാണേ നല്ല പ്ലീറ്റൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. നമ്മൾ എലാസ്റ്റിക് ഇങ്ങനെ വലിച്ചങ്ങ് പിടിച്ചങ്ങ് തയ്ക്കുകയാണ്. നല്ല എലാസ്റ്റിക് ആയതുകൊണ്ട് വലിഞ്ഞൊന്നും പോത്തൊന്നുമില്ല. ക്വാളിറ്റി കുറഞ്ഞ എലാസ്റ്റിക് വെക്കാതിരുന്നാൽ മതി കേട്ടോ. നൈറ്റി ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ് ഒരു റോളായിട്ട് അങ്ങ് മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. നൈറ്റിക്ക് മാത്രമല്ലല്ലോ, വേറെ പല ആവശ്യങ്ങൾക്കും നല്ല എലാസ്റ്റിക്, നല്ല ക്വാളിറ്റിയുള്ള എലാസ്റ്റിക് നോക്കി മേടിക്കണം. ചില എലാസ്റ്റിക് നമ്മളൊന്ന് വലിക്കുമ്പോൾ തന്നെ അതങ്ങ് വലിഞ്ഞു പോകും. അങ്ങനെയുള്ള എലാസ്റ്റിക്കുകളുണ്ട്, അത് വാങ്ങിക്കാതിരിക്കുന്ന നല്ലത്. കുറച്ച് വിലയിൽ വ്യത്യാസം വന്നാലും ഈ എലാസ്റ്റിക്കിന് കുറച്ചുകൂടെ വില കൂടുതലാണ്. അങ്ങനെ നമ്മൾ കൈയിൽ എലാസ്റ്റിക് ഇടിപ്പിച്ചു. ഒരു സ്റ്റിച്ച് പിന്നെ തിരിച്ച് ഒന്നുകൂടെ അടിക്കണേ. 4 ഇഞ്ചോളം വീതിയുള്ളതായതുകൊണ്ട് നമ്മൾ 2 സൈഡിലും തയ്ക്കണം. എന്നിട്ട് അവിടെ തുണി ഉണ്ടെങ്കിൽ ഒരു പീസ് തുണി വെച്ച് തയ്ച്ചാൽ എലാസ്റ്റിക് മറിഞ്ഞിരിക്കും. ഞാനിപ്പോൾ തുണിയില്ലാത്തത് കൊണ്ട് എലാസ്റ്റിക് അങ്ങനെ തന്നെ വിട്ടേക്കുക. തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മൾ കൈയുടെ സെൻറ്റർ പോർഷനൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഷോൾഡറിൻ്റെ ബോഡി പാർട്ടിൻ്റെ ഷോൾഡർ എടുത്തു. അതും കൈയുടെ സെൻറ്ററുമായിട്ട് ഒരു ബോഡി അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഞാൻ സ്ലീവും പ്ലീറ്റും ഇടുന്നത്, ചുരുക്കിട്ട് കൊടുക്കുന്നതും. ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. സ്കിപ്പ് ചെയ്ത് പോയാൽ പിന്നെ ഇടയ്ക്കുള്ള പോർഷൻസ് ഇടയ്ക്ക് ഞാൻ ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, അത് വിട്ടു പോകും. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നല്ലതാണ്. അല്ല, കൈ ഒന്നും ഒരിക്കലും വലിച്ചു പിടിച്ച് തയ്ക്കാൻ പാടില്ല. എന്നാൽ പ്ലീറ്റ് ഇടുന്ന കൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പിലൊന്നും വലിയ കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് അത് ചുരുക്കിടുന്നതുകൊണ്ട് അതിങ്ങനെ നല്ല ഭംഗിക്ക് ഇരുന്നോളും. പകുതി ചുരുക്ക് ഷോൾഡറിൽ നിന്ന് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്കി പകുതി ബാക്ക് പോർഷനിലേക്കും ഇടത്തക്ക രീതിയിൽ വേണം പ്ലീറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട്. അല്ലാതെ കയ്യിൽ തന്നെ ആദ്യമേ പ്ലീറ്റ് എടുത്തതിന് ശേഷം തയ്ക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഇങ്ങനെ പിടിച്ചിട്ട് തയ്ക്കുന്നതാണ് നല്ലത്. 2 തവണ നമ്മൾ കൈയൊക്കെ അറ്റാച്ച് ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. 2 തവണ അങ്ങനെ 2 പോർഷൻ 2 കൈ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുകയാണ്. ഞാൻ ഒരു സൈഡ് ജോയിൻ ചെയ്തിട്ട് താഴ്വശത്തുള്ള പ്ലീറ്റ് അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. നമുക്ക് അതിന് ബാക്ക് സൈഡിൽ ടെയിൽ പോലെ ഇടുമല്ലോ കെട്ടാനായിട്ട്, അതിനുള്ള ഇത് നമ്മൾ തയ്ച്ചില്ല, അതിനുള്ള തുണിയാണിത്. അപ്പോൾ ഒരു 20-21 ഇഞ്ച് നീളം മതി ടൈ കെട്ടാനായിട്ട്. അതിൽ കൂടുതൽ തുണിയുണ്ടെങ്കിൽ എടുത്തു. പക്ഷേ എനിക്ക് അത്രയും തുണിക്ക് നമ്മൾ മടക്കി വേണമല്ലോ തയ്ക്കുക, 2 പീസ് വീതം വേണമല്ലോ. ഞാൻ 20 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ വെച്ച് വെട്ടിയിട്ട് വരുമ്പോൾ വീതി അങ്ങനെ മുന്നിലോട്ട് പോകുന്തോറും വീതി കൂടി വരും.
അങ്ങനെയാണ് ടൈ ഇരിക്കുന്നത്. ഇതിനൊക്കെ ഒരു മെഷർമെൻ്റ് ഒന്നുമില്ല, നമ്മുടെ ഒരു യുക്തി പോലെ അങ്ങ് ചെയ്യുകയാണ്. അല്ലെ ഒരു പാർട്ട് എടുത്തിട്ട് നമ്മൾ ചരിച്ചൊന്ന് തയ്ക്കും, ക്രോസ് പോലെ. എൻഡ് വരെ കൊണ്ടുവരത്തില്ല, ഒരു സ്റ്റിച്ചിൻ്റെ അകലത്തിൽ, ഒരു മടക്കിൻ്റെ അകലത്തിൽ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് കെട്ടിട്ട് നിർത്തും, എൻ്റെ ഇതിൽ കാണുന്ന പോലെ. അതിങ്ങനെ കാരണം ഞാനിത് മൊത്തം തയ്ച്ച് തിരിച്ചിടുകയല്ല ചെയ്യുന്നത്. ആ മൂല ഭാഗം മാത്രം, കോർണർ മാത്രം തയ്ച്ചതിന് അത് തിരിച്ചിട്ടതിന് ശേഷം അങ്ങനെ മടക്കി നമ്മളങ്ങ് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ചിടേണ്ടവർക്ക് തിരിച്ചിടാം, ഞാനിപ്പോൾ അങ്ങനെ ചെയ്തില്ല. ഇത് നാളെ ഞാൻ കാണിച്ചതിനകത്ത് തിരിച്ചിടുമായിരുന്നു. ഇത് വേറൊരു മോഡലാണ്. എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ ഒരു 1/4 ഇഞ്ചോളം മടക്കി 2 സൈഡും മടക്കി അകത്തേക്ക് വെച്ചതിന് ശേഷം പുറത്തോട്ടൊരു സ്റ്റിച്ചും കൊടുത്താൽ മതി. ഈ വീഡിയോ കാണുന്നവരൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നൈറ്റി തുണി ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതെൻ്റെ ബിസിനസ് അക്കൗണ്ട് നമ്പറാണ്. അതിലേക്ക് വിളിച്ചാൽ കിട്ടത്തില്ല, ഉള്ളി മെസ്സേജ് മാത്രം സെൻഡ് ചെയ്താൽ ഇന്നത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ 2 വർഷം തയ്ച്ചു. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ടെയിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഈ ടൈ നമ്മൾ തയ്ച്ചില്ലേ, അപ്പോൾ അറ്റാച്ച് ചെയ്യാനായിട്ട് 15 ഇഞ്ച് അല്ലെങ്കിൽ 16 ഇഞ്ച്, അതിനോട്ട് താഴോട്ട് പോകത്തില്ല. 21 ഇഞ്ചിൻ്റെ അവിടെ നിന്നും കൊണ്ടുവന്ന് നമ്മൾ ഇത് കെട്ട് വെക്കത്തില്ല. നമ്മളിപ്പോഴും 15, 16 നല്ല ഹൈറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ 16 ഇഞ്ചിൻ്റെ അവിടെ കൊണ്ടുവന്നാണ് നമ്മളത് അകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സൈഡ് അടിക്കുമ്പം ആ കാര്യം മറന്നു പോകരുത്. ഞാൻ ആദ്യം മറന്നു പോയായിരുന്നു, പിന്നെ ഓർത്തത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എൻഡ് വരെ ഒരു സൈഡ് തയ്ച്ച് ചേർക്കുകയാണ്. നമ്മൾ സൈഡ് ഒരു ഭാഗം തയ്ച്ചതിന് ശേഷമാണ് ഞാൻ താഴ്ഭാഗത്തിൻ്റെ പ്ലീറ്റ് ഉണ്ടല്ലോ, ആ പ്ലീറ്റ് നൈറ്റിയിലൂടെ അറ്റാച്ച് ചെയ്ത് ചേർക്കുന്ന ഒരു 1/4 ഇഞ്ച് തയ്ച്ച് കഴിയുമ്പോൾ ഈ മോഡലിലിരിക്കും നൈറ്റി. അതാണെങ്കിൽ പഫ് സ്ലീവ്, ഇതിൻ്റെ ടൈ ആണ്. വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. അത് ബോഡിയിലൊക്കെ ഇട്ട് കാണും.